നമസ്കാരം. പത്തനംതിട്ട നീരണത്ത് അനീഷ് മാത്യു ജീവനൊടുക്കിയത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലെ മാനസിക സംഘർഷത്തിലാണെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി പുളിക്കീഴ് പോലീസ്. ഭാര്യയെയും മക്കളെയും കാണാതായ കേസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. യുവാവ് ജീവനൊടുക്കിയതോടെ ബന്ധുക്കൾ പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് വിശദീകരണവുമായി പോലീസ് രംഗത്ത് വന്നത്. പോലീസ് അനീഷിനെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നുവെന്നും മാനസിക പീഡനം മൂലം അനീഷ് ജീവനൊടുക്കിയതാകാം എന്നും കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ 17-ാം തീയതി ഭാര്യ റീനയെയും മക്കളെയും കാണാതായെങ്കിലും 21-ാം തീയതി മാത്രമാണ് അനീഷ് ബന്ധുക്കളെ വിവരം അറിയിച്ചതെന്നും അനീഷ് അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും പുളിക്കീഴ് പോലീസ് പറയുന്നു. റീനയും മക്കളെയും 19-ാം തീയതി കാണാതായി എന്നാണ് അനീഷ് മൊഴി നൽകിയത്. മാനസിക പീഡനം ഏൽപ്പിച്ചിരുന്നില്ല. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അനീഷിനെ വിളിച്ചു വരുത്തിയത്. 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനീഷ് എന്നും പുളിക്കീഴ് പോലീസ് പറഞ്ഞു. ഭാര്യയും 2 മക്കളെയും കാണാതായെന്ന പരാതിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് പത്തനംതിട്ട കവിയൂർ സ്വദേശി അനീഷ് ജീവനൊടുക്കിയതെന്ന് സഹോദരന്റെ ഭാര്യ നീതു ആരോപിച്ചിരുന്നു. 2 ആഴ്ച മുമ്പാണ് അനീഷിന്റെ ഭാര്യ റീനയെയും 2 പെൺമക്കളെയും കാണാതായത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും അനീഷിനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. റീനയും മക്കളും ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് അനീഷ് മാത്യുവിനൊപ്പം ആലുംതുരുത്തി ചന്തയ്ക്ക് സമീപത്തെ വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. ഈ വീട്ടിലാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂവരെയും കാണാതായ വിവരം റീനയുടെ സഹോദരൻ റിജോയാണ് പുളിക്കീഴ് പോലീസിൽ അറിയിച്ചത്. അനീഷ് മാത്യു ജീവനൊടുക്കാൻ കാരണം മാനസിക പീഡനമാണെന്നായിരുന്നു നീതു ആരോപിച്ചത്. ഭാര്യയും മക്കളെയും കാണാതായതിൽ പോലീസ് അനീഷിനെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നുവെന്നും രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ രാത്രിയിൽ മാത്രമാണ് തിരിച്ചയച്ചിരുന്നത് എന്നുമായിരുന്നു നീതുവിന്റെ ആരോപണം.